ഇനി നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് വരാം. രാമോജി ഫിലിം സിറ്റി സ്ഥാപകൻ രാമോജി റാവു അന്തരിച്ചു. ഇന്ന് പുലർച്ചെ ഹൈദരാബാദിലെ സ്വകാര്യ ആശുപത്രിയിലാണ് അന്ത്യം. ETV, ഈനാട് അടക്കമുള്ള വൻകിട മാധ്യമ സ്ഥാപനങ്ങളുടെ ഉടമയാണ്. ശ്വാസതടസ്സത്തെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. വിവരങ്ങളുമായി ശ്യാമ സദാനന്ദൻ ചേരുന്നു. ശ്യാമ സദാനന്ദൻ, ETV, ഈനാട് അടക്കം ആ നെറ്റ്വർക്ക് മുഴുവൻ വ്യാപിക്കാൻ വേണ്ടി ശ്രമിപ്പിച്ച ഒരാളാണ് ഇദ്ദേഹം. നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നത് രാമോജി റാവുവിൻ്റെ പേരിലുള്ള ആ ഫിലിം സിറ്റി കാണാൻ നിരവധി ആളുകൾ തന്നെ പോയിരുന്നു. ഞാനൊക്കെ ഒരിക്കൽ അവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ വലിയ രീതിയിലുള്ള ആസൂത്രണമാണ് അതിന് പിന്നിലുള്ളത്. അതിന് മുന്നിൽ പ്രവർത്തിച്ച ബുദ്ധിയെ നമ്മൾ അന്ന് തന്നെ അംഗീകരിച്ചിട്ടുള്ളതുമാണ് എല്ലാവരും. അദ്ദേഹത്തിൻ്റെ അവസാന സമയം എങ്ങനെയായിരുന്നു ശമ? അരുൺ, ഇന്ന് പുലർച്ചെ ഹൈദരാബാദിലുള്ള സ്റ്റാർ ഹോസ്പിറ്റലിൽ വെച്ചാണ് അദ്ദേഹം മരിച്ചത്. ജൂൺ 5-ന് ശ്വാസതടസ്സവും എനിക്ക് കേൾക്കാൻ പറ്റാത്തതാണോ അതോ ശ്യാമയുടെ ഓഡിയോയ്ക്ക് എന്തോ ഒരു പ്രശ്നമുണ്ടോ എന്നെനിക്കൊരു സംശയമുണ്ട്. രാമോജി ഫിലിം സിറ്റിയുടെ സ്ഥാപകനായ രാമോജി റാവുവിൻ്റെ മരണമാണ്. രാമോജി ഫിലിം സിറ്റി സ്ഥാപകൻ രാമോജി റാവു അന്തരിച്ചു. ഇന്ന് പുലർച്ചെ ഹൈദരാബാദിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. എനിക്ക് കേൾക്കാൻ സാധിച്ചിരുന്നില്ല. ശ്യാമയ്ക്ക് തുടരാം. അരുൺ, ഹൈദരാബാദിലെ സ്റ്റാർ ആശുപത്രിയിൽ ഇന്ന് പുലർച്ചെ 5 മണിയോടുകൂടിയാണ് രാമോജി റാവുവിൻ്റെ മരണമുണ്ടായത്. അദ്ദേഹത്തിന് ജൂൺ 5-ന് അദ്ദേഹത്തിന് ഉയർന്ന രക്തസമ്മർദ്ദവും ശ്വാസതടസ്സവും ഒക്കെ അനുഭവപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. തുടർന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റി. പക്ഷേ ഇന്ന് പുലർച്ചെ 4:50 അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചായിട്ടുള്ള വാർത്തയാണ് വരുന്നത്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന് അർബുദത്തിൽ നിന്നൊക്കെ രക്ഷ തേടി വന്ന വ്യക്തിയായിരുന്നു. പക്ഷേ ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് 5-ാം തീയതി ആശുപത്രിയിൽ പ്രവേശിക്കുകയും ഇന്ന് പുലർച്ചെ അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുകയും ചെയ്തു. രാമോജി റാവുവിനെ നമുക്കൊക്കെ പരിചയം അരുൺ പറഞ്ഞതുപോലെ തന്നെ രാമോജി ഫിലിം സിറ്റിയുടെ സ്ഥാപകൻ എന്ന നിലയിലാണ്. 1936 നവംബർ 16-ന് ആന്ധ്രയിലെ ഒരു കൃഷ്ണ ജില്ലയിലുള്ള ഒരു കർഷക കുടുംബത്തിൽ, സാധാരണ കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം. അവിടെ നിന്നാണ് ആന്ധ്രയിലെ തന്നെ ഏറ്റവും വലിയ സിനിമാ വ്യവസായ ശൃംഖലയ്ക്കും ഒക്കെ അദ്ദേഹം തുടക്കം കൊടുക്കുന്നത്. 1983-ൽ സ്ഥാപിതമായിട്ടുള്ള ചലച്ചിത്ര നിർമ്മാണ കമ്പനിയാണ് ഉഷ കിരൺ. ആ നിർമ്മാണ കമ്പനിയുടെ ബാനറിൽ നിരവധി സിനിമകളാണ് അദ്ദേഹം നിർമ്മിച്ചിട്ടുള്ളത്. മലയാളം, കന്നഡ, ഹിന്ദി, തെലുഗു, മറാത്തി, ബംഗാളി തുടങ്ങി നിരവധി ഭാഷകളിലായി 80-ലധികം സിനിമകൾ അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട്. 2015-ൽ നിർമ്മിച്ച ദഗുഡു മുത്ത ദണ്ഡാഗോറാണ് നിർമ്മാതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ അവസാന ചിത്രം. ദേശീയ ചലച്ചിത്ര പുരസ്കാരവും ഫിലിംഫെയർ അവാർഡുകളും ഒക്കെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. പത്രപ്രവർത്തനത്തിലെയും സാഹിത്യത്തിലെയും വിദ്യാഭ്യാസ മേഖലയിലൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഉദ്ധരിച്ച അദ്ദേഹത്തിന് 2016-ൽ പത്മഭൂഷൺ നൽകി രാജ്യം ആദരിച്ചിട്ടുണ്ട്. ETV, ഈനാട് അടക്കമുള്ള മാധ്യമ സ്ഥാപനങ്ങളുടെയും ഉടമയാണ്. ഒരു മാധ്യമ മുതലാളി എന്ന നിലയിൽ മാത്രമല്ല, ആന്ധ്ര രാഷ്ട്രീയത്തിൽ തന്നെ ഏറെ സ്വാധീനം നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഒരു ഘട്ടത്തിൽ ആന്ധ്ര രാഷ്ട്രീയത്തെ നിയന്ത്രിച്ച ഒരു വ്യക്തിയായിരുന്നു എന്ന് വേണമെങ്കിൽ കൂടി നമുക്ക് അദ്ദേഹത്തെ പറയാവുന്നതാണ്. നിരവധി സംസ്ഥാന ദേശീയ നേതാക്കളൊക്കെ അദ്ദേഹവുമായി ബന്ധം പുലർത്തിയിരുന്നു. എന്തായിരുന്നാലും തെലുങ്ക്, ആന്ധ്രയിലെ സാമൂഹിക രംഗത്തിന് തന്നെ വലിയൊരു നഷ്ടമാണ്. തീർച്ചയായിട്ടും ശ്യാമ, പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ രാമോജി ഫിലിം സിറ്റി അത്രമേൽ ആസൂത്രണത്തോടു കൂടി നിർമ്മിച്ചിരിക്കുന്ന ഒരു വിസ്മയമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് സിനിമയുടെ പ്രൊഡക്ഷൻ മാത്രമല്ല, ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കൂടിയായി മാറിക്കഴിഞ്ഞിരുന്നു. ഞാൻ ഈ രസതന്ത്രം സിനിമ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മീര ജാസ്മിനെ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി അന്ന് ഏഷ്യാനെറ്റിൽ നിന്ന് ഞാൻ പോയിരുന്നു ഈ രാമോജി ഫിലിം സിറ്റിയിൽ. ഈ ETVയുടെ കൂടെയുള്ള ക്രൂ ആണ് എനിക്കൊപ്പം വന്നത്. അപ്പോൾ അന്ന് നമ്മൾ ഈ രാമോജിയുടെ ഓഫീസിൽ പോവുകയും രാമോജിയെ നേരിട്ട് കണ്ടില്ലെങ്കിലും രാമോജിയുടെ കൂടെയുള്ള സഹപ്രവർത്തകരെയൊക്കെ കാണുകയും ചെയ്തിരുന്നു. എന്തൊരു വലിയ പ്ലാനിംഗ് ആണ് യഥാർത്ഥത്തിൽ ഈ രാമോജി ഫിലിം സിറ്റിയിൽ നടത്തിയിരിക്കുന്നത്. അവിടെ റെയിൽവേ സ്റ്റേഷനുണ്ട്, എയർപോർട്ടുണ്ട്, വിമാനത്തിൻ്റെ ഉൾവശമുണ്ട്. ഇതൊക്കെ നമ്മളന്ന് ഷൂട്ട് ചെയ്യുകയും അന്ന് ഏഷ്യാനെറ്റിൽ അന്ന് സംപ്രേഷണം ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു രാമോജി ഫിലിം സിറ്റി. അന്ന് അക്കാലത്ത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് ഈ സംഭവം എന്നത് ഓർമ്മിക്കണം. അപ്പോൾ അത്ര വലിയ ആസൂത്രണ മികവുണ്ടായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത. വലിയ സ്വാധീനശേഷിയുള്ള മാധ്യമപ്രവർത്തകനുമായിരുന്നു, ബിസിനസ് എൻ്റർപ്രനർ കൂടിയായിരുന്നു രാമോജി.